നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വേർബൽ കഥകൾ ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വേർബൽ കഥ അദ്ദേഹത്തിന് നല്ല യുക്തി വൈഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വേർബലിൻ്റെ യുക്തി വൈഭവം തെളിയിക്കുന്ന അദ്ദേഹത്തിൻ്റെ യുക്തി കൊണ്ട് മാത്രം ഒരു വലിയൊരു കേസ് അങ്ങോട്ട് ഒഴിവായി. അങ്ങനെയുള്ളൊരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ദിവസം അക്ബർ പാദഷായുടെ കൊട്ടാരത്തിൽ 2 പേര് പരാതിയായിട്ട് വന്നു. ഒരാളൊരു കനകറാം നല്ല പണക്കാരനാണ്. കനകെന്ന് പറഞ്ഞാൽ തന്നെ സ്വർണം എന്നല്ല അർത്ഥം. അയാളുടെ പേര് പോലെ തന്നെ അയാൾ വലിയൊരു പണക്കാരൻ, ധനികൻ. മറ്റൊരാൾ ചമൻലാൽ, അതൊരു ചുത്തപ്പാവ, കാശിനൊന്നും വഴിയില്ല, ഒരു ദരിദ്രൻ. അന്നത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കണക്കിന് തട്ടിമുട്ടി കഴിച്ചു കൂട്ടി പോകുന്നു, അത്രയേ ഉള്ളൂ. കുടുംബമൊക്കെ ഉണ്ട്, 2 ആക്കുണ്ട്. എന്താ പരാതി എന്ന് ചോദിച്ചു. പരാതി ആദ്യം പാദുഷ ചോദിച്ചു വന്നപ്പോൾ എന്താ പരാതി പറയൂ, നിങ്ങൾക്ക് എന്താ പരാതി എന്ന് ചോദിച്ചു. കനകറാമിനോടാണ് ആദ്യം ചോദിച്ചത്. കനകറാം പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചതായിട്ടുള്ള 100 സ്വർണ്ണ നാണയങ്ങൾ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. എനിക്ക് ആ പണം വേണം, അതാണ് എൻ്റെ പരാതി. ചമൻലാലിനോട് ചോദിച്ചു. അപ്പോൾ ചമൻലാൽ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് കടം വാങ്ങിച്ചു 100 സ്വർണ്ണ നാണയം. പക്ഷേ ഞാനതൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിലാണ് കടം മേടിച്ചത്. ഓഹോ, അങ്ങനെ കടം മേടിക്കാൻ പറ്റും? സ്വപ്നത്തിൽ കടം മേടിച്ചോ? എന്താ കാര്യം തുറന്നു പറയൂ. അപ്പം ചമൻലാൽ പറഞ്ഞു, എൻ്റെ തിരുമനസ്സേ, ഞാനൊരു ദിവസം രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് എന്താ അറിയാമോ? ഞാനൊരു പകുതി അർദ്ധ പട്ടിണിക്കാരനൊക്കെയാണ്. അതാണോ മറ്റേ വയറ് നിറച്ച് കഴിക്കാനൊന്നും ഉണ്ടായില്ല. അങ്ങനെ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. ഉറക്കത്തിൽ കണ്ട സ്വപ്നം, ഞാൻ ഈ കനകറാമിൻ്റെ കയ്യിൽ നിന്നും ഒരു 100 സ്വർണ്ണ നാണയം കടം മേടിച്ചു. എന്നിട്ട് ആ പണം കൊണ്ട് ഞാൻ പട്ടണത്തിൽ പോയി നല്ലൊരു ഭക്ഷണശാലയിൽ ചെന്നു. എനിക്ക് ഇഷ്ടമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. ധാരാളം ഭക്ഷണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ കൊടുത്തു എന്ന് ഞാൻ സ്വപ്നം കണ്ടു. എനിക്ക് സന്തോഷമായി. സ്വപ്നത്തിലാണെങ്കിലും ഞാൻ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചുല്ലോ, എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും ഒക്കെ കൊടുത്തുല്ലോ എന്നൊരു സന്തോഷമായി. ഞാനങ്ങനെ സന്തോഷിച്ചു സ്വപ്നത്തിൽ. അത് കഴിഞ്ഞ് അങ്ങനെ അതോട് കൂടിയിട്ട് ഞാൻ രാവിലെ എണീക്കുകയും ചെയ്തു. അവിടെ നിന്ന് എന്തോ കാര്യത്തിന് പോയി കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തൊരിക്കലേക്ക് പോയപ്പോൾ ഈ കനകറാമുണ്ട് എൻ്റെ നേരെ വരുന്നു. കനകറാമിനെ കണ്ടപ്പോൾ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു. അപ്പം ഞാൻ ഞാനും തമ്മിൽ യാതൊരു വിഷമതകളുമില്ല, ഒരു ദേഷ്യമോ വഴക്കോ വയ്യാവലിയോ ഒന്നുമില്ല. ഞങ്ങൾ സൗഹൃദത്തിലുമാണ്. കനകറാമിനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്കെന്ന് പറഞ്ഞു. എന്ത് കാര്യം അത് എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനേ സ്വപ്നത്തിൽ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞ 2 ദിവസം മുമ്പേ. ആ സ്വപ്നത്തിലുണ്ടല്ലോ, തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 100 സ്വർണ്ണ നാണയം കടം മേടിച്ചു. എന്നിട്ട് ഞാൻ ആ പണവും കൊണ്ട് പട്ടണത്തിലെ മുന്തിയൊരു ഭക്ഷണശാലയിൽ പോയി. ഞാൻ ധാരാളം ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണം ധാരാളം വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യയ്ക്ക് കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. നല്ല സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയും ഞാൻ ഞെട്ടി അങ്ങോട്ട് ഉണ്ടാകും. എൻ്റെ സ്വപ്നമൊക്കെ മാറിയില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കേട്ടോളി. ആഹാ, അത് ശരി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണോ നീ 100 സ്വർണ്ണ നാണയം കടം വാങ്ങിച്ചത്? അതെ, ഞാൻ അങ്ങയുടെ കയ്യിൽ നിന്ന് 100 സ്വർണ്ണ നാണയം കടം വാങ്ങിച്ചു. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അത് ശരി. അപ്പോൾ കനകറാം പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ നിന്ന് 100 സ്വർണ്ണ നാണയം കടം വാങ്ങിച്ചു എന്ന് അല്ലേ? അത് സമ്മതിക്കുന്നുണ്ടല്ലോ. ചമൻലാലോട് ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഞാൻ 100 സ്വർണ്ണ നാണയം കടം വാങ്ങിച്ചു. എന്നാൽ അതിങ്ങോട്ട് തിരിച്ചു തരൂ. ഇതാണ് ഉണ്ടായത്. അക്ബർ പാദഷായോട് പറഞ്ഞു, അതിന് ശേഷം ഇപ്പോൾ യാതൊരു സ്വൈരമില്ല എനിക്ക്. ഇദ്ദേഹം എൻ്റെ പുറകെ കൂടിയേക്കുക. ഞാൻ കടം മേടിച്ച 100 സ്വർണ്ണ നാണയം തിരിച്ചു കൊടുക്കാനാണ് പറയണേ. ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കണേ? ഒരു സ്വർണ്ണ നാണയം പോലും തിരിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. എങ്ങനെ ഞാൻ 100 സ്വർണ്ണ നാണയം ഞാൻ മേടിച്ചതല്ലേ, ഞാൻ മേടിച്ചതെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഞാൻ അതിനോട് സമ്മതിച്ചതുമാണ്. അപ്പോൾ കനകറ ഇടയ്ക്ക് പറഞ്ഞു, ഇയാൾ സമ്മതിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പണം കടം മേടിച്ചു, അപ്പം പിന്നെ അതെനിക്ക് തിരിച്ചു തരേണ്ടതല്ലേ തിരുമനസ്സേ എന്ന്.
അപ്പം ഇതുവരെ ഈ കഥയൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ കണ്ട് അവിടെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ബീർബൽ. അപ്പം അങ്ങനെ അക്ബർ പാദുഷ എന്താ വേണ്ടേ, ഇത് വിചിത്രമായൊരു പരാതിയാണല്ലോ, എങ്ങനെ ഇപ്പം ഇത് പരിഹരിക്കേണ്ടത് എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബീർബൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുക, പതുക്കെ പതുക്കെ ഒരു പുഞ്ചിരി ഇങ്ങനെ ഊറി ഊറി ചിരിക്കുക. അപ്പം പാദുഷായ്ക്ക് തോന്നി, ബീർബൽ നിങ്ങൾ കേട്ടില്ലേ ഈ ചമൻലാലിൻ്റെയും കനകറാമിൻ്റെയും പരാതി? ഓ ഞാൻ കേട്ടു, ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ തന്നെ പറയൂ എന്ന്. ഓ ഞാൻ പരിഹരിക്കാം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ബീർബൽ എന്ത് പറഞ്ഞു എന്നറിയാമോ? കനകറാമിനോട് ചോദിച്ചു, നിങ്ങൾ 100 സ്വർണ്ണ നാണയം കൊടുത്തോ ചമൻലാലിന്? ഇയാൾ തന്നെ പറയുന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് 100 സ്വർണ്ണ നാണയം കടം വാങ്ങിച്ചു എന്ന്. ശരിയല്ലേ ചമൻലാൽ? ചമൻലാൽ പറഞ്ഞു, ഞാനങ്ങനെ സ്വപ്നം കണ്ടു, 100 സ്വർണ്ണ നാണയം കനകറാമിൻ്റെ ഇന്ന് വാങ്ങിച്ചതായിട്ട്. ഓഹോ, അതാണ്. അതിനൊരു കാര്യം ചെയ്യാം, എനിക്ക് പരാതിയുള്ളത് ഇതാണ്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് ഇയാൾ സമ്മതിക്കുന്ന ആ 100 സ്വർണ്ണ നാണയം എനിക്കിപ്പോൾ തിരിച്ചു തരണം, അത്രേ ഉള്ളൂ എനിക്ക്. അതാണ് എൻ്റെ പരാതി എന്ന് കനകറാമൻ. ചമൻലാൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു കാശില്ല. ശരി, ചമൻലാലിനോട് ബീർബൽ പറഞ്ഞു, താൻ വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണല്ലോ. അതേ തിരുമനസ്സായി, ഞാൻ വാങ്ങിച്ചു എന്ന് സമ്മതിച്ചുവല്ലോ ഇയാളുടെ അടുത്ത്. ഞാൻ സമ്മതിച്ചു, ഞാൻ കനകറാമിൻ്റെ കയ്യിൽ നിന്ന് 100 സ്വർണ്ണ നാണയം മേടിച്ചിട്ടാണ് നല്ല ഭക്ഷണം കഴിച്ചതും എൻ്റെ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുത്തതും, ഞാനത് സമ്മതിക്കുന്നു. അപ്പം താൻ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് കേട്ട വഴിക്ക് വേഗം പാദുഷായുടെ നേരെ തിരിഞ്ഞിട്ട് ചമൻലാൽ പറഞ്ഞു, മഹാനായ അക്ബർ പാദുഷ, അങ്ങയുടെ സന്നിധാനത്തിൽ വന്നാൽ അങ്ങയുടെ നീതിപീഠത്തിൽ എനിക്ക് നീതി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, അത് വെറുതെയായോ? ഞാൻ എവിടുന്ന് കൊടുക്കുന്നു 100 സ്വർണ്ണ നാണയം കനകറാമിന്? ഒരു സ്വർണ്ണ നാണയം പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ വിചാരിച്ച പറ്റില്ല, അങ്ങ് എന്നെ ശിക്ഷിക്കുകയാണോ? പിന്നെ താൻ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയണത് ശരിയല്ലേ? ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് സമ്മതിച്ചില്ല. ഞാൻ സമ്മതിച്ചു. എന്താ പിന്നെ തിരിച്ചു കൊടുക്കട്ടെ? എങ്ങനെയാണ് ഞാൻ തിരിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ എന്ത് പറഞ്ഞു? പാദുഷ, തിരുമനസ് ഒരു കാര്യം ചെയ്യും, ഒരു 100 സ്വർണ്ണ നാണയങ്ങൾ, ചമൻലാലിൻ്റെ ഇല്ല, ഒരു 100 സ്വർണ്ണ നാണയങ്ങൾ ഒന്ന് വരുത്തി തരൂ, അക്കൂട്ടത്തിൽ ഒരു കണ്ണാടി കൂടി വേണം കേട്ടോ. അങ്ങനെയാവാന്ന് പറഞ്ഞു. രാജദൂതന്മാരെ പറഞ്ഞയച്ച് ഒരു പണക്കിഴി, 100 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു പണക്കിഴിയും ഒരു കണ്ണാടിയും കൊണ്ടുവരാൻ ഏർപ്പാടാക്കി. പെട്ടെന്ന് ദർബാറിൽ പണക്കിഴി വരുന്നു, കണ്ണാടി വരുന്നു. ബീർബൽ അങ്ങ് ചെന്നു, വേഗം ഈ കണ്ണാടി അങ്ങോട്ട് അവിടെ ചാരി വെച്ചു മഹാനായ പാദുഷായുടെ മുൻപിൽ. ഈ പണക്കിഴിയിലുള്ള സ്വർണം മുഴുവൻ ഈ കണ്ണാടിയുടെ മുൻപിലങ്ങ് ചൊരിഞ്ഞു. ഒരു പാത്രത്തിൽ ഒരു തളികയിൽ ഈ സ്വർണ്ണ നാണയവും വെച്ചു. ഉടൻ തന്നെ ചമൻലാലിനോട് ചോദിച്ചു, ചമൻലാൽ, നിങ്ങൾക്ക് ഈ സ്വർണ്ണ നാണയം കാണാനില്ലേ? എനിക്ക് കാണാനുണ്ട്. കണ്ണാടിയിലേക്ക് നോക്കൂ, അവിടെ കാണാനുണ്ടോ? അവിടെയും കാണാനുണ്ട്. അടുത്തതായിട്ട് കനകറാമിനെ വിളിച്ചു. കനകറാം വരൂ, നിങ്ങൾക്ക് സ്വർണ്ണ നാണയം കാണാനുണ്ടോ? കാണാനുണ്ട്. ഈ തളികളിൽ ഇരിക്കുന്നത് സ്വർണ്ണ നാണയമാണ്. കണ്ണാടിക്കകത്ത് കാണാനുണ്ടോ സ്വർണ്ണ നാണയം? ഉണ്ട്, കണ്ണാടിക്കകത്തും സ്വർണ്ണ നാണയം കാണാനുണ്ട്. അങ്ങൊരു കാര്യം ചെയ്തോളൂ, ചമൻലാൽ തരാനുള്ള സ്വർണ്ണ നാണയമാണ് ഈ സ്വർണ്ണ നാണയം. പാദുഷായുടെ പണം പാദുഷ തരുവാണ് ചമൻലാലിന് വേണ്ടി. ആ കണ്ണാടിയിൽ കാണുന്ന സ്വർണ്ണ നാണയം അങ്ങ് എടുത്തോളൂ. ഉടനെ കണ്ണാടിയിൽ കാണുന്ന സ്വർണ്ണ നാണയോ? അതെങ്ങനെയാണ് ഞാൻ എടുക്കണത്? എനിക്കത് എടുക്കാൻ പറ്റുമോ? പറ്റൂലോ. സ്വപ്നത്തിലല്ലേ കനകറാം ചമൻലാലിന് 100 സ്വർണ്ണ നാണയം കൊടുത്തത്? ചമൻലാൽ സ്വപ്നത്തിലാണ് തന്നോട് കടം വാങ്ങിച്ചത്, അങ്ങനെയല്ലേ സമ്മതിച്ചത്? അങ്ങനെയാണ്. ചമൻലാൽ സ്വപ്നം കണ്ടു, എൻ്റെ കയ്യിൽ നിന്ന് 100 സ്വർണ്ണ നാണയം കടം മേടിച്ചു, അങ്ങനെയാണ് സംഭവിച്ചത്. അതുപോലെ ചമൻലാൽ ഇപ്പം തിരിച്ചു തരുന്നു. കണ്ണാടിയിൽ കാണുന്ന പണം അങ്ങയുടേതാണ്, അങ്ങ് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു.
കനകറാമിന് അക്കിടി പറ്റിയ കാര്യം മനസ്സിലായി. സത്യസ്ഥിതി പാദുഷാ മനസ്സിലാക്കി. അക്ബർ പാദുഷ ഉറക്കങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. ബുദ്ധിമാനായ ബീർബൽ, നിങ്ങളുടെ യുക്തി തന്നെ നല്ലത് എന്ന് പറഞ്ഞു. ദാ വെറുതെ രാജാവിൻ്റെ പാദുഷായുടെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് ചമൻലാലിനെ കുറ്റവാളിയാക്കി ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞ് തനിക്ക് ആ കണ്ണടി കാണുന്ന പണം എടുത്തോളൂ, ഇല്ലെങ്കിൽ തന്നെ ഇപ്പം തുറുങ്കിലേക്ക് അടയ്ക്കും, തനിക്ക് ശിക്ഷ തരാനാ പോണേന്ന് പറഞ്ഞു. അയ്യോ, കനകറാം പറഞ്ഞു, വേണ്ട, എനിക്ക് പണം വേണ്ട. അയാൾ സ്വപ്നം കണ്ടല്ലേ ഉള്ളൂ, ഞാൻ പണം കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുമില്ല, എനിക്ക് പണം വേണ്ട, എനിക്കൊരു പരാതിയില്ല. ചമൻലാൽ പാവപ്പോട്ടെ. ഉടൻ തന്നെ അക്ബർ പാദുഷ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോയാലോ കനകറാം? എത്രമാത്രം മനോവിഷമമുണ്ടായി ഈ ചമൻലാലിന്. അതുകൊണ്ട് കനകറാം ഒരു കാര്യം ചെയ്യും, ഇത് എൻ്റെ പണമാണ്, ഇത് ഞാൻ സമ്മാനമായി കൊടുക്കുന്നു ചമൻലാലിന്. ഇത് കൂടാതെ കനകറാം ഒരു 100 സ്വർണ്ണ നാണയം ചമൻലാലിന് കൊടുക്കണം. അപ്പോൾ കൊടുത്തു എന്ന് സ്വപ്നം കണ്ടല്ലേ ഉള്ളൂ, അയാൾ പറഞ്ഞതിനല്ലേ ഇപ്പം തിരിച്ചു മേടിക്കാൻ തുടങ്ങി. അതിനൊരു ശിക്ഷയായി കരുതി ഒരു 100 സ്വർണ്ണ നാണയം ചമൻലാലിന് കൊടുക്കുകയും വേണം എന്നങ്ങോട്ട് കൽപ്പിച്ചു. ഗത്യന്തരമില്ലാതെ കനകറാം 100 സ്വർണ്ണ നാണയങ്ങൾ ചമൻലാലിന് കൊടുത്തു. ചമൻലാലിന് പാദുഷ അവിടെ കൊണ്ടുവന്ന സമ്മാനവും ചമൻലാലിന് കൊടുത്തു. കനകറാം മിണ്ടാതെ ഇളിഭ്യനായി തിരിച്ചുപോയി. ചമൻലാൽ പാദുഷായെ വീണ്ടും വീണ്ടും, അങ്ങ് നീതിമാനാണ്, അങ്ങ് എന്നെ രക്ഷിച്ചു, എന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു, എന്നെ ഇതേ ധനവാനാക്കി എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു. ബീർബലിന് ഉറപ്പല്ലേ സമ്മാനം ചക്രവർത്തിയുടെ വക? യുക്തിക്ക്, യുക്തി വൈഭവത്തിന്. ബീർബലിൻ്റെ യുക്തിയല്ലേ ഈ പരാതി അങ്ങോട്ട് പരിഹരിച്ച്. ബീർബലിൻ്റെ യുക്തി വൈഭവത്തിന് പാദുഷ സമ്മാനം ധാരാളം നൽകുകയുണ്ടായി. ബീർബൽ നല്ല സന്തോഷത്തോടെ തിരിച്ചു പോയി തൻ്റെ വാസസ്ഥലത്തേക്ക്. ഇതാണ് യുക്തി വൈഭവം ബീർബലിൻ്റെ. ബുദ്ധിയും യുക്തിയും സാമർഥ്യവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കഥയിൽ. നിങ്ങൾ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവരോട് ഈ കഥ കേൾക്കാൻ പറയും. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. എൻ്റെ ചാനലാണ് കഥകൾ അതിസാഗരം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.